ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സംടൈം സിംപ്ലി കുക്കിംഗ്. ഇന്ന് നമുക്ക് കുറച്ച് ഇരുമ്പൻപുളി പറിച്ചെടുക്കാം. മുന്നേ ഇരുമ്പൻപുളിയുടെ ഒരു റെസിപ്പിയൊക്കെ കാണിച്ചിട്ടുണ്ടായി. അപ്പോൾ ഇന്ന് ഇരുമ്പൻപുളി വെച്ചിട്ട് ഒരു തൊടുകറിയും പിന്നെ കുറച്ച് ക്ലീനിങ്ങും പിന്നെ കുറച്ച് ഇരുമ്പൻപുളിയോ നമുക്ക് ഉണക്കിയെടുക്കുകയും കൂടി ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം നമുക്ക് ഇരുമ്പൻപുളി വെച്ചിട്ട് ഒരു ക്ലീനിങ് സൊല്യൂഷൻ ഉണ്ടാക്കാം. ഇരുമ്പൻപുളിയിൽ അടങ്ങിയിരിക്കുന്ന ഓക്സാലിക് ആസിഡാണ് നമ്മുടെ ഈ ക്ലീനിങ്ങിനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇരുമ്പൻപുളിയൊക്കെ പറിച്ച് അടുക്കളയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ആദ്യം ഒന്ന് അരച്ചെടുക്കാം. മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ പുളിയൊക്കെ നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്കൊന്ന് അരിച്ചെടുക്കാം. പിന്നെ ആവശ്യമെങ്കിൽ ഇച്ചിരി ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ അടിവശം നല്ലൊരു കറയുള്ള പാത്രങ്ങളൊക്കെ എടുക്കുക. ഞാനിപ്പം കയ്യിലുള്ള അടിവശം ഇതുപോലെ കറയുള്ളതും നമ്മുടെ ചായക്കപ്പില്ലേ ആ കാപ്പിൻ്റെ അടിയിൽ ഇതുപോലെ ചായയുടെ കറി ഉണ്ടാവും. പിന്നെ ഇതുപോലത്തെ നമ്മുടെ ഈ ചോപ്പറില്ലേ ആ ചോപ്പറിൻ്റെ മുകളിലൊക്കെ ഈ കാമ്പും കൂമ്പൊക്കെ അരിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവില്ലേ ഒരു കറ. അപ്പോൾ അതുപോലത്തെ പോവാത്ത കറകളും പിന്നെ ചായപാത്രത്തിൻ്റെ അടിയിലത്തെ ചായയുടെ അരിപ്പയുടെ അടിയിലത്തെ കറകൾ പിന്നെ ഇതുപോലത്തെ അലുമിനിയം പാത്രത്തിൻ്റെ മുകളിലെ മഞ്ഞൾ കറകൾ. അപ്പോൾ അതൊക്കെയാണ് പോക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ശ്രമിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ അരച്ചു കൊണ്ടുവന്ന് ഈ ലിക്വിഡ് നമുക്ക് ഈ കറയുള്ള പാത്രങ്ങളിലെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് തേച്ച് പിടിപ്പിച്ച് വെക്കാം. വേണമെങ്കിൽ നമുക്ക് അരിച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അരിച്ചെടുത്തിട്ടില്ല. അരിച്ചെടുക്കാതെ തന്നെ നമുക്ക് എവിടെയൊക്കെയാണോ കറ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്ഥലങ്ങളിലൊക്കെ നല്ലതുപോലെ ഒന്ന് ഇതുപോലെ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 10-15 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഏകദേശം കറയിലെ പാത്രങ്ങളിലൊക്കെ ഞാനിതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നിലവിളക്കും പിന്നെ അതുപോലെ തന്നെ പിച്ചള പാത്രങ്ങളില്ലേ അങ്ങനത്തെ പാത്രങ്ങളിലൊക്കെ കറയൊക്കെ നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. പക്ഷേ എനിക്ക് നിലവിളക്കുള്ള കറ അത്ര നല്ലതൊന്നും പോകുമെന്ന് തോന്നിയിട്ടില്ല. അപ്പോൾ ഈ ചായപാത്രത്തിൻ്റെ അടിയിലെ കറയൊക്കെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട് കേട്ടോ. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അതൊന്ന് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഇതുപോലെ അലൂമിനിയം സ്ക്രബ്ബറോ അല്ലെങ്കിൽ സാധാരണ ഒരു സ്ക്രബ്ബർ ആയാലും മതി. അത് വെച്ചിട്ടൊന്ന് ജസ്റ്റ് തേച്ച് കഴുകിയെടുക്കാം. വേണമെങ്കിൽ നമുക്ക് അല്പം ചാരമോ അല്ലെങ്കിൽ നമുക്ക് അല്പം ലിക്വിഡ് ഡിഷ് വാഷോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒരു സ്ക്രബ്ബർ വെച്ചിട്ട് ഒന്ന് തേച്ചെടുത്തത് മാത്രമേ ഉള്ളൂ. നല്ലതുപോലെ അഴുക്കൊക്കെ പോകുന്നുണ്ട്. ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇതുപോലെ നല്ലതുപോലെ അഴുക്കൊക്കെ പോകുന്നുണ്ട്. പിന്നെ ഈ പിന്നെ നമ്മുടെ ചോപ്പറിൻ്റെ മുകളിലത്തെ അതൊക്കെ ഒന്ന് ബ്രഷ് ഇട്ട് തേച്ച് കഴുകുക. കാരണം നമുക്ക് ജസ്റ്റ് സ്ക്രബ്ബർ വെച്ച് അടിച്ചാലൊന്നും അതിൻ്റെ മുകളിലത്തെ ആ കറയൊന്നും പോകാൻ ചാൻസ് ഇല്ല. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ബ്രഷ് ഇട്ട് തേച്ച് കഴുകുക. ഇത് ഈ കലത്തിൽ നോക്കി നിങ്ങൾക്ക് പെട്ടെന്ന് ഞാൻ തേക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പം തന്നെ ആ കറ അങ്ങോട്ട് പോകുന്നുണ്ട്. ഇത് നമുക്കൊന്ന് വെള്ളത്തിൽ കഴുകിയെടുത്താൽ തന്നെ അതിൻ്റെ മുകളിലത്തെ കറകൾ മുഴുവൻ പോയിട്ടുണ്ടാവും. പിന്നെ നമുക്ക് കിച്ചണിലെ ഈ സിങ്ക് കൂടെ ഒന്ന് തേച്ച് കഴുകിയെടുക്കാം. സിങ്കും പിന്നെ അതിൻ്റെ കൂടെയുള്ള ടൈലുകളും പിന്നെ ഇതുപോലത്തെ മാർബിളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ നല്ലതുപോലെ ക്ലീൻ ആവുന്നുണ്ട്. ഞാനപ്പോൾ തേച്ചത് മുഴുവൻ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ല. ജസ്റ്റ് തേക്കുന്നതും അത് കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്തതും മാത്രമേ കാണിച്ചു തന്നിട്ടുള്ളൂ. നല്ല അടിപൊളിയായിട്ട് തന്നെ ക്ലീൻ ആയിട്ടുണ്ട്. പിന്നെ ഇതുപോലെ മാർബിളിൻ്റെ മുകളിലൊക്കെ ഒത്തിരി നാൾ കറ പിടിച്ച് കിടക്കുന്ന കറകളില്ലേ അത് ജസ്റ്റ് നമ്മൾ തുടച്ചാലൊന്നും പോകത്തില്ല. വേണേൽ ഒരു ബ്രഷ് വെച്ച് തേച്ച് കഴുകിയാലൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെയൊക്കെ അടിപൊളിയായിട്ട് തന്നെ കറകൾ പോകുന്നുണ്ട്. പിന്നെ നമ്മളെ ബാത്റൂമിൽ വെള്ളം വീണ് ടൈലിൻ്റെ മുകളിൽ ഇങ്ങനെ വെള്ളം വീണിട്ട് ഒരു മഞ്ഞക്കറി ഉണ്ടാവില്ലേ ആ മഞ്ഞക്കറിയൊക്കെ നല്ലതുപോലെ പോകുന്നുണ്ട് കേട്ടോ. അത് ഞാൻ ട്രൈ ചെയ്ത് നോക്കിനെ വീഡിയോ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല എന്നേ ഉള്ളൂ. ഇതുപോലെ ഞാൻ ക്ലീൻ ചെയ്തതാണ്. ബാത്റൂമിൽ നമ്മുടെ പൈപ്പുകളും പിന്നെ നമ്മുടെ വാഷ് ബേസിനുകളും പിന്നെ ഇതുപോലത്തെ ടൈലുകളും അങ്ങനത്തെയൊക്കെ ഞാനൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കൂടാതെ ഇത് ഇരുമ്പൻപുളി ഞാൻ കുറച്ചുകൂടി പറിച്ചെടുത്തത് വേറൊരു കാര്യം കൂടെ നമുക്ക് ചെയ്യാം. ഇത് വെച്ചിട്ട് നമുക്കൊരു കറി ഉണ്ടാക്കാം ആദ്യം. അതിനുശേഷം നമുക്ക് ഇച്ചിരി ഇരുമ്പൻപുളി ഒന്ന് വെയിലത്തിട്ട് ഉണക്കിയെടുക്കുകയും കൂടെ ചെയ്യാം. ഞാനിവിടെ ഒരു 5-6 ഇരുമ്പൻപുളി എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് അല്പം വെള്ളം ചേർത്ത് കുറച്ച് മതി അല്പം വെള്ളം ചേർത്ത് അല്പം ഉപ്പും 2-3 പച്ചമുളകോ കാന്താരിമുളകോ ചേർത്തിട്ട് ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം. ഇനി ഇതിനായിട്ട് നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട് ഞാനിവിടെ. അതിലേക്ക് 2 കഷ്ണം ഇഞ്ചിയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുക. പിന്നെ അതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ
കടുക് ചേർത്ത് അതും കൂടെ ഒന്ന് അരച്ച് മാറ്റി വെക്കാം. ഇപ്പം നമ്മുടെ ഇരുമ്പുളിയൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം. വേണമെങ്കിൽ നമുക്ക് ഇത് ഉടക്കുന്നതിന് മുന്നേ ഇത് വേവിച്ച വെള്ളം അങ്ങ് ഒന്ന് കളയാം. എന്നിട്ട് ഈ ഇരുമ്പൻപുളി മാത്രം നമുക്കൊന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ ഈ ഉടച്ചെടുത്ത ഇരുമ്പൻപുളിയിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പ് കൂടെ ചേർക്കാം. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇതിലേക്ക് നമുക്ക് കടുകും വറ്റൽമുളകും കറിവേപ്പിലും കൂടെ ഒന്ന് താളിച്ച് ചേർക്കുകയും ചെയ്യാം. ഇത് തൈരില്ലാത്തൊരു പച്ചടിയാണ്. തൈരില്ലാത്ത ഒരു ഇരുമ്പൻപുളി പച്ചടി. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു തൊടുകറിയാണിത്. പുളിയൊക്കെ ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവുന്നൊരു ഡിഷാണിത്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ ഇരുമ്പുളിയൊക്കെ എല്ലാ വീടുകളിലും സുലഭമായി കിട്ടുന്നൊരു സാധനമാണല്ലോ. എന്തായാലും നല്ല ഹെൽത്തി ആയ ഒരു ഡിഷ് കൂടിയാണ്. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഡ്രൈഡ് ഇരുമ്പുളി റെസിപ്പിയാണ്. അപ്പോൾ ഇരുമ്പുളി ആദ്യം ഞാനിതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും അല്പം മുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം. ഞാനിവിടെ കല്ലുപ്പാണ് ചേർത്തേക്കുന്നത്. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കുക. ഞാനിതുപോലെ ഒന്ന് കുലുക്കി എടുത്തേക്കുവാണ്. എന്നിട്ട് ഇത് നമുക്ക് വെയിലത്തിട്ടൊന്ന് ഉണക്കിയെടുക്കാം. ഇത് സാധാരണ എല്ലാവരും ചെയ്യുന്ന ഒരു റെസിപ്പിയാണ്. എന്തായാലും ഇരുമ്പുളി ഇന്ന് കൂടെ കൂട്ടിയതല്ലേ, അപ്പോൾ ഇതും കൂടെ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതുപോലെ വെയിലത്തിട്ടിട്ട് ഒരു 5-6 ദിവസത്തെ വെയിലൊക്കെ കൊള്ളുമ്പോൾ തന്നെ നല്ല ഡ്രൈ ആയി വന്നോളും. ഇത് നമുക്ക് അച്ചാറിടുവാനും കൂടാതെ ഇതിൻ്റെ സീസൺ അല്ലാത്ത സമയത്ത് നമുക്ക് കറിയിലേക്ക് വേണ്ടി ഉപയോഗിക്കാം. കൂടാതെ പുറത്തൊക്കെ കൊടുത്തു വയ്ക്കാനായിട്ടും ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ ഇന്നുണ്ടാക്കിയ പച്ചടിയും ഇരുമ്പുളി ഡ്രൈഡായ റെസിപ്പിയും പിന്നെ നമ്മുടെ ക്ലീനിങ്ങും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഈ ഒരു സാധനം വെച്ചിട്ട് നമുക്ക് എന്തോരം കാര്യങ്ങൾ ചെയ്യാം. എന്തായാലും ഇതിൻ്റെ സീസൺ അല്ലേ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാനിവിടെ കുറച്ച് ക്ലീനിങ് പരീക്ഷണങ്ങളാണ് നടത്തിയത്. നിങ്ങൾ പരീക്ഷിച്ചിട്ട് എന്തൊക്കെയാണ് വിജയിച്ചതെന്ന് എൻ്റെ കമൻറ്റിൽ അറിയിക്കണേ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.